പാലക്കാടിനി കുട്ടിക്കലാശത്തിന്റെയും ഒരു നാൾ നിശബ്ദ പ്രചാരണത്തിന്റെയും ചൂടിലേക്ക്. കടുത്ത ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുമ്പോൾ മുന്നണികൾ അവസാന വോട്ടുകൾ കൂടി ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. 1,9,476 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ സ്ത്രീകൾക്ക് 1,290 വോട്ടുകളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചു. 3,840 വോട്ടിനാണ് ഷാഫിയുടെ വിജയം. BJP സ്ഥാനാർത്ഥി E ശ്രീധരനാണ് രണ്ടാം സ്ഥാനത്ത്. വിമത ശബ്ദവും വോട്ട് ബാങ്കുകളിലെ വിള്ളലുമടക്കം കാറുമൂടിയ പാലക്കാട് രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അഭിമാനം ഷാഫി പറമ്പിലിന്റെയും UDFന്റെയും കൈകളിൽ മൂന്നാം തവണയും ഭദ്രമായിരുന്നു. ഇത്തവണയും അതങ്ങനെ തന്നെ തുടരുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മണ്ഡലത്തിലെ അടിയൊഴുക്ക് ആർക്ക് അനുകൂലമാകുമെന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാന ഘടകം. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് പകിട കളിക്കുന്ന നേതാക്കളും അണികളും. യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നത് ഏകദേശം മുന്നേ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും പുട്ടിന് പീര പോലെ വരുന്ന വിവാദങ്ങൾ കൊണ്ട് പകിട മാറി മറിഞ്ഞാലേ ഉള്ളൂ. ഒട്ടേറെ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കൊടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. 19-ന് നിശബ്ദ പ്രചാരണമാണ്. 20-ന് ജനങ്ങൾ പാലക്കാട് പോളിംഗ് ബൂത്തിലെത്തും. വോട്ടെടുപ്പ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും അതിന്റെ ചൂടും ആവേശവും വിവാദങ്ങളുമെല്ലാം കേരളമാകെ അലയടിക്കുന്നുണ്ടായിരുന്നു. വാശിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയും ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങളാണ് കത്തിപ്പടർന്നുകൊണ്ടിരുന്നത്. അവസാന നിമിഷത്തിലും എന്തെങ്കിലും ഞെട്ടിക്കലുകൾ നേതാക്കൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന കാത്തിരിപ്പിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ. കൽപ്പാത്തി രഥോത്സവത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീട്ടിയതിനാൽ പ്രചാരണം കൂടുതൽ ദിവസം ലഭിച്ചെങ്കിലും അത്രയും ദിവസം വിവാദങ്ങളും ആഞ്ഞടിക്കുകയായിരുന്നു. P സരിൻ കോൺഗ്രസിൽ നിന്ന് LDFിലേക്ക് വരുന്നു. അതോടെ നീല ട്രോളി രംഗത്തേക്ക് വന്നു. ട്രോളിയിൽ കള്ളപ്പണം ഒഴുകി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതിൽ വസ്ത്രങ്ങൾ മാത്രമാണെന്ന് റിപ്പോർട്ടുകളും വന്നു. ശകുനി പകിടയെറിഞ്ഞത് വേണ്ട രീതിയിൽ മറിഞ്ഞില്ല. വരുന്ന വിവാദങ്ങളെല്ലാം തിരിഞ്ഞ് സ്വന്തം തലയിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുന്നത് കണ്ട് സഹിക്കാതെ LDF പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉടനെ രംഗത്തേക്ക് വന്നു. കൈതോലപ്പായയും ഈന്തപ്പഴത്തിന്റെ കുരുവും ചർച്ച ചെയ്തെങ്കിൽ ഇതും ചർച്ച ചെയ്യേണ്ടേ? എല്ലാ ജനകീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്, എന്ത് വികസന കാര്യമാണ് ചർച്ച ചെയ്യാത്തത് എന്നൊരു പറച്ചിലും. എന്നിട്ടും പാലക്കാട് മാത്രം കുലുങ്ങിയില്ല. ഇതിനിടയിൽ ആകെ ചർച്ചയിൽ ഇടം പിടിച്ച ജനകീയ വിഷയം നെല്ല് സംഭരണത്തിലെയും വില വിതരണത്തിലെയും പാകപ്പിഴകൾ മാത്രമായിരുന്നു. അതും കർഷകർ രോക്ഷം കൊണ്ടതോടെയാണ് മുന്നണികൾ ചർച്ചയാക്കിയത്. ഇത്രത്തോളം വിവാദങ്ങൾ ഉയർത്തിയ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടാകില്ല. എന്തൊക്കെയാണ് ഇത്രയും നാൾ പാലക്കാട് നടന്നതെന്ന് നോക്കാം. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ എന്നിവർ തമ്മിലുള്ള ത്രികോണ മത്സരം ശക്തമാണ്. ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നതിലാണ് കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിഞ്ഞും കരിവാരി തേച്ചും തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. ഇതൊന്നും വലിയ രീതിയിൽ ബാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂറുമാറി മറുകണ്ഠം ചാടിയും നോക്കി. ഇതൊക്കെ ചർച്ചയാകുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ആളിക്കത്തുന്നില്ലെന്ന് മാത്രം. താമസ സ്ഥലത്ത് അർദ്ധരാത്രി കയറിയുള്ള പോലീസ് പരിശോധനയും പാലക്കാടിന് മുൻ അനുഭവമില്ലാത്ത കാഴ്ചയായിരുന്നു. ഇതിന്റെ തുടർ നടപടികൾ നിലവിൽ അസാധുവായ സ്ഥിതിയിലാണ്. പോരാതെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മറുകണ്ഠം ചാടൽ, കത്തിൽ, സ്പിരിറ്റിൽ, വ്യാജ വോട്ടിൽ, ഇരട്ട വോട്ടിൽ, കൈകൊടുക്കൽ, കൊടുക്കാതിരിക്കൽ, നേതാക്കളുടെ സാന്നിധ്യം, അസാന്നിധ്യം, ആത്മകഥ എന്നിങ്ങനെയുള്ള പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാത്ത വിഷയം കുറവായിരുന്നു. മുനമ്പം വിഷയവും സജീവ ചർച്ചയായിരുന്നു. പാലക്കാട് ഇപ്പോൾ സംസ്ഥാന നേതാക്കളാണ് പ്രചാരണം നയിക്കുന്നത്. പാലക്കാട് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി മുഖ്യമന്ത്രി ചുക്കാൻ പിടിച്ചു. രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിച്ച ആരോപണങ്ങൾ പലപ്പോഴും തിരിച്ചടിയാകുന്ന കാഴ്ചയും പാലക്കാട് കണ്ടു. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറി. ദേശീയ സംസ്ഥാന നേതാക്കളും യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമെല്ലാം ദിവസങ്ങളോളം പാലക്കാട് ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം നൽകി. പാലക്കാട് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹോട്ടൽ മുറികൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 20 വരെ ഫുള്ളാണ്. 1.5 മാസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന് ശേഷം ഇന്ന് നടക്കുന്ന കലാശക്കൊട്ട് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ അവിടുത്തെ സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന് പാലക്കാട് എത്തിയിട്ടുണ്ട്. ആവേശം അതിരുകടക്കാതെ സുരക്ഷ ഒരുക്കാനുള്ള നടപടികൾ പോലീസും പൂർത്തിയാക്കി കഴിഞ്ഞു. നാളെ നിശബ്ദമായി അവസാന തന്ത്രങ്ങൾ പയറ്റുന്ന തിരക്കിലാകും സ്ഥാനാർത്ഥികളും നേതാക്കളും. 3 മുന്നണി സ്ഥാനാർത്ഥികളും വിജയം അവകാശപ്പെടുമ്പോഴും ജനമനസ് UDFനൊപ്പമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. നാടിളക്കിയുള്ള പ്രചാരണത്തിനൊപ്പം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വീട് കയറിയുമുള്ള വോട്ടഭ്യർത്ഥനയ്ക്ക് മുന്നണികൾ പ്രാമുഖ്യം നൽകുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.